നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 8ാം ക്ലാസ്സിലെ ബയോളജി ചാപ്റ്ററായ 7ാമത്തെ ചാപ്റ്ററായ നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം എന്ന പാഠഭാഗമാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഗുണമേന്മയുള്ള പച്ചക്കറികൾ ചുരുങ്ങിയ ചിലവിൽ ഉൽപ്പാദിപ്പിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള കർഷക പ്രതിഭാ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന മിടുക്കനെ ശ്രദ്ധിച്ചില്ലേ? ഇത്തരം പുരസ്കാരങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്താണ്? കൃഷിയിൽ ഇതേപോലെ നേട്ടം കൈവരിച്ച ആരെങ്കിലും നിങ്ങൾക്കറിയാമോ? കാർഷിക മേഖലയിലെ ഏത് പ്രവർത്തനമാണ് അവരെ ശ്രദ്ധേയരാക്കിയത്? അപ്പോൾ നമ്മുടെ കൃഷിയുടെ ഒരു പ്രാധാന്യമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ 2 ചോദ്യങ്ങൾ കണ്ടില്ലേ? ഇത്തരം പുരസ്കാരങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്താണ്? അപ്പോൾ എന്തായിരിക്കാം ലക്ഷ്യമിടുന്നത്? ഇത്തരം പുരസ്കാരങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് കാർഷിക മേഖലയിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും അവരിൽ കൃഷിയോടുള്ള താല്പര്യം വളർത്തുകയും അതുവഴി ഭാവിയിൽ കൂടുതൽ യുവതലമുറയെ കാർഷിക വൃത്തിയിലേക്ക് ആകർഷിക്കുകയും ചെയ്യുക എന്നതാണ്. കൂടാതെ ഗുണമേന്മയുള്ള പച്ചക്കറികളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുക എന്നതും ഒരു ലക്ഷ്യം തന്നെയാണ്. അതേപോലെ കൃഷിയിൽ ഇതേപോലെ നേട്ടം കൈവരിച്ച ആരെങ്കിലും നിങ്ങൾക്കറിയാമോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം: കൃഷിയിൽ നേട്ടം കൈവരിച്ച ഒരുപാട് വ്യക്തികളുണ്ടല്ലേ. ഉദാഹരണത്തിന് എന്താണ്, ജൈവ കൃഷിയിലൂടെ മികച്ച വിളവ് നേടുന്ന കർഷകരുണ്ട്, പുതിയ തരം കാർഷിക രീതികൾ കൊണ്ടുവരുന്നവരുണ്ട്, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന വരുത്തുന്ന സംരംഭകരുണ്ട് അല്ലെ. അങ്ങനെ ഓരോ ഫീൽഡിലും പല ആൾക്കാരുണ്ട്. അപ്പൊ അത് നമ്മൾ തന്നെ ചുമ്മാ ഒന്ന് കണ്ടെത്തി നോക്കുക. അപ്പോൾ പാഠഭാഗത്തിലേക്ക് കടക്കാം. അപ്പൊ അടുത്തതായിട്ട് പിന്നെയും ഒരു വിദ്യാർത്ഥി കർഷകന്റെ കുറിപ്പ് കൊടുത്തേക്കുക. ഞാൻ 8ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ്. അച്ഛനും അമ്മയും ഒരു സഹോദരിയും ഉൾപ്പെട്ടതാണ് ഞങ്ങളുടെ കുടുംബം. സ്വന്തമായ ഒരു വീടും 15 സെന്റ് പുരയിടവുമാണ് ഞങ്ങൾക്കുള്ളത്. അച്ഛൻ ഒരു ചെറുകിട വ്യാപാരിയാണ്. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളിൽ നിന്ന് കൃഷിത്തോട്ടം സന്ദർശിച്ചപ്പോഴാണ് എനിക്ക് കൃഷിയോട് കൂടുതൽ താല്പര്യം ഉണ്ടായത്. തുടർന്ന് കാർഷിക മേഖലയിലെ വിദഗ്ധരുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. സ്ഥലപരിമിതി കണക്കിലെടുത്ത് കൃത്യമായ ആസൂത്രണം നടത്തിയാണ് കൃഷി ചെയ്തത്. പയറ്, പാവയ്ക്ക, വഴുതന, വെണ്ടയ്ക്ക, കോവൽ, പുതിന, ചീര, പച്ചമുളക്, തക്കാളി എന്നീ ഇനങ്ങളാണ് ഞാൻ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. വീട്ടിലെ ആവശ്യം കഴിഞ്ഞ് പച്ചക്കറികൾ വിൽക്കാനും കഴിയുന്നുണ്ട്. ഒരാഴ്ചയിൽ ഇങ്ങനെ ഏകദേശം 2000 രൂപ വരെ ഇതിലൂടെ സമ്പാദിക്കാനും സാധിക്കുന്നുണ്ട്. കൃഷിഭവൻ, ഗ്രാമപഞ്ചായത്ത്, ഭരണസമിതി, കൃഷി സഹകരണ സംഘം എന്നിവയുടെ നിർലോഭമായ പിന്തുണയും സഹകരണവും എനിക്ക് ലഭിക്കാറുണ്ട്. അടുത്ത കാലത്തായി ചില ഓൺലൈൻ സേവനങ്ങളും പ്രയോജനപ്പെടുത്താറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? ഈ കൃഷി ചെയ്യുന്നതിലൂടെ എന്തൊക്കെ ഗുണങ്ങളാണ് ആ ഒരു കുട്ടിക്ക് ലഭിച്ചത്? അപ്പൊ എന്തൊക്കെയാണ് ആ കുട്ടിക്ക് ലഭിച്ചത്? സാമ്പത്തിക നേട്ടം ഉണ്ടായല്ലേ? സാമ്പത്തിക നേട്ടം, അതായത് വീട്ടിലെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ബാക്കിയുള്ള പച്ചക്കറി വിൽക്കുകയും അതിലൂടെ ഒരാഴ്ചയിൽ ഏകദേശം 2000 രൂപ വരെ സമ്പാദിക്കുകയും ചെയ്യുന്നു. അതൊരു നേട്ടമാണ് അല്ലേ? ഒരു വിദ്യാർത്ഥിയുടെ കാര്യം ഈ പറയുന്നത്. പിന്നെന്താണ്? കുടുംബ പശ്ചാത്തലം. ഇപ്പം അച്ഛനെ സഹായിക്കാൻ സാധിക്കും അല്ലേ? ഈ കുട്ടിക്ക് അച്ഛനെ സഹായിക്കാൻ സാധിക്കും ഈ വരുമാനത്തിലൂടെ. പിന്നെന്താണ്? അവരുടെ കുടുംബത്തിനെ അപ്പോൾ ഈ കുട്ടിക്ക് അവരുടെ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും അല്ലേ ഈ വരുമാനം ഉണ്ടാക്കി. പിന്നെന്താണ്? വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാം. വീട്ടിലെ ആവശ്യത്തിന് ഈ പച്ചക്കറികൾ ഉപയോഗിക്കാൻ സാധിക്കും. അത് മാത്രമല്ല, വിൽക്കാനും പറ്റുന്നു, ഉപയോഗിക്കാൻ. അപ്പോൾ വീട്ടിലെ ആവശ്യത്തിന് ഈ പച്ചക്കറികൾ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പിന്തുണ ആരാണ് നൽകുന്നത്? കൃഷിഭവൻ, ഗ്രാമപഞ്ചായത്ത്, ഭരണസമിതി, അവരാണ് ഈ അവാർഡുകളൊക്കെ കൊടുക്കുന്നത് അല്ലേ? കൃഷി സംബന്ധിച്ച്. അപ്പോൾ കൃഷി സഹകരണ സംഘം എന്നിവയുടെയൊക്കെ പിന്തുണയും സഹകരണവും ലഭിക്കാറുണ്ട്. അവിടെ നിന്ന് വിത്തുകളും അല്ലെ, നല്ല വിളകൾ തരുന്ന രീതിയിലുള്ള വിത്തുകളും തൈകളും ഒക്കെ അവിടുന്ന് നമ്മുടെ കൃഷിഭവനിൽ നിന്നൊക്കെ ലഭ്യമാവാറുണ്ട്. അപ്പോൾ ആ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ചില കുറിപ്പുകളിലേക്ക് നമുക്ക് പോവാം. ടാപ്പിയോക്ക പ്ലക്കർ, അതായത് മരച്ചീനി വിളവെടുപ്പിനായിട്ടുള്ള ലഘുയന്ത്രം വികസിപ്പിച്ച്
ഒരു സ്കൂൾ വിദ്യാർത്ഥി പേറ്റന്റിനായി അപേക്ഷിച്ച് എന്നത് ഒരു ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. പിന്നെന്താണ് വാഴയില കൃഷിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് വാഴയിലയിലെ വിജയം. അപ്പോൾ വാഴക്കൊലയ്ക്ക് വിലയിടിഞ്ഞപ്പോൾ വാഴയില വിപണനം ചെയ്ത് വിജയം നേടിയ ഒരു യുവ കർഷകനെ കുറിച്ച് പറഞ്ഞേക്കുന്നു. പിന്നെന്താണ് ഒരു വിദ്യാർത്ഥിനിയുടെ ഇലക്കറിക്കട. പോഷകമൂല്യമുള്ള ഇലക്കറികളുടെ വിപണി സാധ്യത ഉപയോഗപ്പെടുത്തി ഒരു കോളേജ് വിദ്യാർത്ഥിനി തുടങ്ങിയ സ്റ്റാർട്ടപ്പ് കേട്ടോ 1 വർഷത്തിനുള്ളിൽ തന്നെ മികച്ച വിറ്റുവരവ് നേടി. അപ്പം ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഈ മൈക്രോ ഗ്രീൻസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംരംഭകരുണ്ട്. അതായത് ഈ വലിയ ഹോട്ടലുകളിലൊക്കെ ഈ സാലഡൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ് നമ്മുടെ പയറുവർഗ്ഗം ഇല്ലേ, പയറ്, ചെറുപയറും വൻപയറും ഒക്കെ കിളിപ്പിച്ചെടുത്ത് എന്ത് ചെയ്യും, കിളിപ്പിച്ചെടുത്തിട്ട് അതിന്റെ ഇലകൾ ഭക്ഷിക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ അതിന്റെ ഇലകൾ ഭക്ഷിക്കാനായിട്ട് ഉപയോഗിക്കും, മൈക്രോ ഗ്രീൻസ് എന്ന് പറയും. അപ്പൊ അതൊരു പുതിയ കൃഷിരീതി തന്നെയാണ് മൈക്രോ ഗ്രീൻസ്. പിന്നെന്താണ് പറഞ്ഞേക്കുന്നേ, മഞ്ഞൾ കൃഷിയിലൂടെ സംരംഭകനായി. അപ്പൊ അതൊരു യുവാവിന്റെ കാര്യം പറഞ്ഞേക്കുക. അതായത് വിളവെടുപ്പ് സമയത്ത് വിലയിടിവ് വന്നപ്പോൾ അദ്ദേഹം പ്രതിസന്ധിയിലായി. പക്ഷെ മഞ്ഞളിൽ നിന്ന് മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാമെന്ന് തിരിച്ചറിവ് അല്ലെ. പല കാര്യങ്ങളുണ്ട് അല്ലെ, സോപ്പ്, പിന്നെന്താ മഞ്ഞൾ ഉപയോഗിച്ചുള്ള ഹാൻഡ് വാഷ് അല്ലെ, അങ്ങനെ പല പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി ആ ഒരു തിരിച്ചറിവോടുകൂടി അദ്ദേഹം ഒരു സംരംഭകനായിട്ട് മാറി. അതേസമയം പിന്നെന്താണ് ഗന്ധകശാല അരി കേട്ടുണ്ടോ? ഗന്ധകശാല അരി അന്യം നിന്ന് പോകുന്ന ഒരു നെല്ലിനമാണ്. അപ്പോ ഈ നെല്ലിനം തനത് രീതിയിൽ കൃഷി ചെയ്ത് പ്രത്യേകം ബ്രാൻഡിൽ വിപണിയിൽ ഇറക്കിയതോടുകൂടി നല്ല വിറ്റുവരവ് ഉണ്ടായി. അപ്പോൾ ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യാൻ ഒരുങ്ങുകയാണ് ആര്, നമ്മുടെ ഈ യുവ സംരംഭകർ. അപ്പോൾ കുറച്ച് പത്രവാർത്ത കട്ടിങ്സ് ഇങ്ങനെ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അതായത് കൃഷിയിലേക്ക് നമ്മുടെ യുവതലമുറയെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഒരു ലക്ഷ്യം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നൂതന കാർഷിക സംരംഭങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശാക്തീകരിക്കുകയും പിന്നെന്താണ് സ്വാശ്രയത്വം വളർത്തുകയും പുതിയ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പുതിയൊരു സംരംഭം തുടങ്ങുന്നവർക്ക് എന്തൊക്കെ സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്, അപ്പൊ അതിന്റെ ഒരു ചാർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഈ പുതുവഴികൾ തിരഞ്ഞെടുക്കാൻ കർഷകരെ പ്രേരിപ്പിക്കുന്ന സാഹചര്യം എന്തൊക്കെയാണ്? പുതുവഴികൾ തിരഞ്ഞെടുക്കാൻ കർഷകരെ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിലെ വിലയിടിവ് ഉണ്ടാകുന്നത് അല്ലേ, അതൊരു ഫാക്ടറാ. പിന്നെന്താണ്, നമ്മൾ പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ നഷ്ടം സംഭവിക്കാം, അപ്പൊ അതും ഒരു ഫാക്ടർ തന്നെ. പിന്നെന്താണ്, ഈ നഷ്ടത്തിൽ നിന്ന് കരകയറാൻ വേണ്ടി അവര് മറ്റ് മാർഗങ്ങൾ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ അന്വേഷിക്കും അല്ലേ, വരുമാന മാർഗത്തിന്. പിന്നെ പുതിയ സാധ്യതകൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ പറഞ്ഞില്ലേ ഈ മൈക്രോ ഗ്രീൻസും അല്ലെങ്കിൽ ഈ ടിഷ്യൂ കൾച്ചറും. അപ്പോൾ അതെല്ലാം പുതിയ സാധ്യതകളാണ്. അപ്പൊ അതൊക്കെ അവർക്ക് ഉപയോഗിക്കാന്നുള്ള ഒരു തിരിച്ചറിവ്. അതുകൊണ്ടാണ് പുതിയ വഴികൾ നമ്മൾ ഈ കർഷകർ തിരഞ്ഞെടുക്കാൻ കാരണം. അപ്പോൾ കൃഷി ലാഭകരമാക്കാൻ നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? ലാഭകരമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്താം അല്ലെ. ഹൈഡ്രോപോണിക്സ് എന്താണ്, വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടാണ് കൃഷി. അതിലേക്ക് ഈ സസ്യങ്ങൾക്ക് ആവശ്യമായ വളവും മറ്റ് ഘടകങ്ങളും മൈക്രോ ന്യൂട്രിയൻസ് അതെല്ലാം ചേർത്ത് അങ്ങനെയുള്ള ഒരു മീഡിയത്തിലാണ് ഈ ചെടികൾ വളർത്തിയെടുക്കുന്നത്. പിന്നെന്താണ്, വിള വൈവിധ്യവൽക്കരണം നടത്താൻ സാധിക്കും. അപ്പോൾ ആവശ്യക്കാർ കൂടുതലുള്ള ഉയർന്ന വില ലഭിക്കുന്ന വിളകൾ കൃഷി ചെയ്യാൻ സാധിക്കും. പിന്നെ കാർഷികോൽപ്പന്നങ്ങൾ നമുക്ക് ഡയറക്റ്റ് വിൽക്കാതെ, അതായത് ഇപ്പം പഴങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ ഡയറക്റ്റ് നമ്മൾ വിൽക്കാതെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കുക. അതായത് ഇപ്പം പഴങ്ങളിൽ നിന്ന് ജാം ഉണ്ടാക്കാം അല്ലേ, പിന്നെന്താണ് അച്ചാറാക്കാം, പച്ചക്കറി വേണേൽ ഡ്രൈ ചെയ്ത് പൗഡർ ആക്കാം. മുരിങ്ങയില പൗഡറൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള സാധനം. അമേരിക്കയിലൊക്കെ നല്ല റേറ്റ് ആണ് അതിന്.
നമ്മുടെ ഇവിടെയുള്ള അതിന് വലിയ വിലയില്ലാത്ത. പക്ഷെ മുരിങ്ങയിലക്കകത്ത് ഇല്ലാത്ത ന്യൂട്രിയൻസ് ഇല്ല കേട്ടോ. ഈ മുരിങ്ങയില സൂപ്പർ ഫുഡ് കാറ്റഗറി പെടുന്നതാണ്. സൂപ്പർ ഫുഡ് കാറ്റഗറി പെടുന്നതാണ് നമ്മുടെ മുരിങ്ങയില. ഓക്കെ. അപ്പോൾ പിന്നെന്താണ് ഈ ലാഭത്തിലാക്കാൻ അവർക്ക് ചെയ്യാൻ പറ്റുന്നത്? ഓൺലൈൻ വിപണന സാധ്യത ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പൊ ഇടനിലക്കാര് വേണ്ട. പിന്നെ ജൈവ കൃഷി. ജൈവ കൃഷിക്ക് പ്രാധാന്യം നൽകുക. അപ്പൊ അങ്ങനെ ജൈവ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ലഭിക്കും വിപണിയിൽ. പിന്നെ കാർഷിക ടൂറിസം ഒക്കെ ഉണ്ട് ഓരോ തരത്തിൽ അല്ലെ. ഫാമുകളിൽ ഇങ്ങനെ ടൂറിസം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ചാർട്ടിന്റെ കാര്യം ഇനി നോക്കാം. കൃഷി ഒരു വിജയഗാഥ എന്ന് പറഞ്ഞൊരു ചാർട്ട് തന്നേക്കുക. അപ്പോൾ ഓൺലൈൻ സംവിധാനം, ഈ ഓൺലൈൻ സംവിധാനങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും അല്ലേ? പുതിയതായിട്ട് കൃഷി ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ചുമ്മാ ഈ ആപ്പുകളുണ്ട്. പ്ലാൻ സ്നാപ്പ് അല്ലെങ്കിൽ ഗൂഗിൾ ലെൻസിനൊക്കെ തന്നെ ചുമ്മാ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് കാണാം എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അല്ലെ, ആ എന്ത് രോഗമാണെന്ന് കാണിച്ചു തരും, എന്ത് മരുന്ന് ചെയ്യണം, അപ്പോൾ അതെങ്ങനെ പരിഹരിക്കണം, അതെല്ലാം നമുക്ക് ഈ ഓൺലൈൻ സംവിധാനങ്ങൾ വഴി ചെയ്യാൻ സാധിക്കും. പിന്നെ സഹകരണ സംഘങ്ങൾ. അപ്പോൾ സഹകരണ സംഘങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഈ കൃഷിയൊക്കെ തുടങ്ങി നമുക്ക് വിളകളൊക്കെ വിളവെടുപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കും നമ്മുടെ ഈ സഹകരണ സംഘമൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ. അവര് ഒരു വിലയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് നമുക്ക് നഷ്ടം സംഭവിക്കാത്ത വിലയ്ക്ക് അവരെടുത്തിട്ട് പിന്നെ അവർ വിറ്റ് അതിന്റെ ലാഭം ഇവര് ഷെയർ ചെയ്തെടുക്കും അല്ലേ. അപ്പൊ വിപണന സാധ്യതകളാ. പിന്നെന്താണ്? കുടുംബാംഗങ്ങള്. അപ്പം അത് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു അല്ലെ, ആ കുട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പം ആ പയ്യനെ കൃഷി ചെയ്ത് വീട്ടുകാരെയൊക്കെ സഹായിച്ചായിരുന്നു. അപ്പൊ അതേപോലെ കുടുംബാംഗങ്ങൾക്ക് സാമ്പത്തിക സഹായം. അതായത് ഇപ്പൊ ഒരു അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ, അത്യാവശ്യം ഒരു തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്നത് നമുക്ക് വിൽക്കാൻ സാധിക്കും അല്ലേ. നല്ല പൈസയ്ക്ക് തന്നെ വിൽക്കാൻ സാധിക്കും. പിന്നെന്താണ് വരുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ ഇപ്പൊ പഞ്ചായത്താണെങ്കിൽ നമ്മുടെ വർക്ക് റെക്കഗ്നൈസ് ചെയ്യും അല്ലേ. നമുക്ക് കൃഷിയിൽ നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള അവാർഡുകളൊക്കെ തരും അല്ലേ. പിന്നെ കൃഷിഭവൻ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞല്ലേ, ക്വാളിറ്റി ഉള്ള വിത്തുകളും തൈകളും വളങ്ങളും അങ്ങനെയുള്ള പല സംഭവങ്ങൾ. അത് മാത്രമാണോ? കോഴിക്കുഞ്ഞുങ്ങള്, താറാക്കുഞ്ഞുങ്ങള് അല്ലേ, അങ്ങനെയൊക്കെ പല ഇതും നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കുന്നതാണ്, അർഹതപ്പെട്ടവർക്ക് കൊടുക്കും. പിന്നെ എന്താണ്? അതിന്റെ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും. അങ്ങനെയൊക്കെ പല ഇതും ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോ എന്തൊക്കെയാണ്? ഓൺലൈൻ സംവിധാനം, സഹകരണ സംഘം, കുടുംബാംഗങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, കൃഷിഭവന്. ഓക്കെ. അപ്പോൾ ഇനി നമ്മുടെ കൃഷി ചെയ്യാൻ സ്ഥല സൗകര്യം ഇല്ലാത്തവർക്ക് എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതാ. സ്ഥലം പരമാവധി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പോൾ പലതരം ടെക്നിക്കുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ചാക്കിലെ കൃഷി. അതൊക്കെ നമുക്കറിയാം അല്ലേ. നമ്മൾ ചുമ്മാ കവറിലൊക്കെ ആണെങ്കിലും എന്തായാലും ചെയ്യാത്തവരൊന്നും ഇല്ല. അപ്പൊ ചാക്കിലെ കൃഷി ഒന്നുമില്ല, ചാക്കിൽ മണ്ണിട്ട് അല്ലെങ്കിൽ വളമെല്ലാം ഇട്ട് കൃഷി ചെയ്യുക. പിന്നെന്താണ്? അക്വാപോണിക്സ്. അപ്പൊ അവിടെ മണ്ണിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മുടെ പെറ്റ് ബോട്ടിലെ കൃഷി. പെറ്റ് ബോട്ടിലെ കൃഷി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഉപയോഗശൂന്യമായ കുപ്പികൾ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ സാധിക്കും. ഈ അക്വാപോണിക്സിന്റെ കാര്യം പറഞ്ഞല്ലോ. അക്വാപോണിക്സ് കൂടുതലും അപ്പം മീനുകളെയും കൂടെ ഒപ്പം വളർത്തും കേട്ടോ. ഹൈഡ്രോപോണിക്സിന്റെ കാര്യമാണ് ഏത്? നമ്മുടെ ന്യൂട്രിയന്റ് മാത്രം ഉപയോഗിച്ച് വെള്ളത്തില് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ചേർത്ത് കൃഷി ചെയ്യുന്നത് ഹൈഡ്രോപോണിക്സിലാണ്. അതേസമയം അക്വാപോണിക്സിൽ മീൻ കൃഷിയും കൂടെ വരും കേട്ടോ. അതായത് ഈ നമ്മുടെ മീൻ കിടക്കുന്ന ഈ വെള്ളം പമ്പ് ചെയ്ത് ഇതിന്റെ മുകളിൽ ഒരു ബെഡ് കാണും. അപ്പൊ ഈ ബെഡ് ഫിൽട്ടർ ബെഡാ. അപ്പൊ കരിയും അതായത് മണ്ണും മണലും എല്ലാം ചേർത്ത മിശ്രിതമാണ്. അപ്പം ഇതില് നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ ആയിരിക്കും അവിടെ നട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ നമ്മുടെ മീൻ കിടക്കുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അതിങ്ങനെ പമ്പ് ചെയ്ത് ഈ ബെഡിൽ കൂടെ പാസ് ചെയ്ത് അത് ഫിൽട്ടർ ചെയ്ത്, അതായത് ഫിൽട്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ വേസ്റ്റ്, നൈട്രജൻ വേസ്റ്റ് എല്ലാം നമ്മുടെ ഈ മണ്ണിലേക്ക്, ആ ബെഡിലേക്ക് തന്നെ അങ്ങ് ആവുക. അപ്പൊ ചെടികൾ ഇത് വലിച്ചെടുത്ത് നല്ലപോലെ വളരുകയും ചെയ്യും, നമുക്ക് നല്ല പച്ചക്കറിയും പഴങ്ങളും ഒക്കെ തരികയും ചെയ്യും. അതേസമയം ഈ ബെഡിന്റെ താഴേക്ക് എന്ത് സംഭവിക്കും? ഈ വേസ്റ്റ് എല്ലാം അവിടെ ഈ ബെഡിൽ തന്നെ അരിച്ചെടുത്ത് ഈ വെള്ളം, ശുദ്ധമായ വെള്ളം പിന്നെയും നമ്മുടെ ടാങ്കിലേക്ക് വീഴുകയും ചെയ്യും.
അപ്പം മീനിന്റെ വേസ്റ്റ് റീസൈക്കിൾ ആവുക. വേണമെങ്കിൽ നമുക്ക് ഈ പച്ചക്കറിയുടെ ഒക്കെ വേസ്റ്റ് നമുക്ക് അതിൽ കൊടുക്കാനും സാധിക്കും. പച്ചക്കറിയുടെ ഒക്കെ വേസ്റ്റ് ഈ മീനുകൾക്ക് കൊടുക്കാനും സാധിക്കും. അപ്പൊ അത് നമുക്ക് ലാഭമാണ്. പിന്നെന്താണ് വെർട്ടിക്കൽ ഫാമിംഗ് ഉണ്ട് അല്ലേ? വെർട്ടിക്കൽ ഫാമിംഗ്. അപ്പൊ എന്താണ് വെർട്ടിക്കൽ ഫാമിംഗ്? തട്ടായിട്ടുള്ള കൃഷി രീതിയാണ്. അപ്പൊ ഇവിടെ ഭയങ്കര എന്താണ് ഒരുപാട് നമുക്ക് നമ്മുടെ വിള ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റും. വിളവെടുക്കാൻ സാധിക്കും കുറച്ച് സ്ഥലത്ത് തന്നെ. കാരണം പല തട്ടുകളിലായിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത്. പിന്നെന്താണ് ചെടിച്ചട്ടിയിലെ കൃഷി, അതൊക്കെ നമുക്കറിയാം അല്ലേ? നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുന്നത്. പിന്നെ ടെറസിലെ കൃഷി. ടെറസിലെ കൃഷി എന്ന് പറയുമ്പോൾ എന്താണ്? ടെറസിൽ ചില ചട്ടി വെച്ചോ അല്ലെങ്കിൽ ഗ്രോ ബാഗുകൾ വെച്ചിട്ടോ ഒക്കെ നമുക്ക് വളർത്താൻ സാധിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ സ്ഥലപരിമിതി മറികടക്കാൻ എങ്ങനെ സഹായിക്കുന്നു വെർട്ടിക്കൽ ഫാമിങ്ങിന്റെ ഒക്കെ കാര്യം? ഇതുകൊണ്ട് ഈ കാണിക്കുന്ന എല്ലാം വെർട്ടിക്കൽ ഫാമിംഗ് ആണ് കേട്ടോ. തട്ടായിട്ടുള്ള കൃഷി രീതികളാണ്, നൂതന കൃഷി രീതിയാണിത്. അപ്പോൾ ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന ഒരു നൂതന കാർഷിക രീതി ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിളകൾ ഉൽപ്പാദിപ്പിക്കാൻ വെർട്ടിക്കൽ ഫാമിംഗ് സഹായിക്കുന്നു. ഇത് പരിമിതമായ സ്ഥല സൗകര്യമുള്ള നഗരപ്രദേശങ്ങളിലാണ് കൂടുതലായും പ്രയോജനകരമാവുന്നത്. അപ്പോൾ പ്രകാശലഭ്യത എങ്ങനെ ഉറപ്പുവരുത്താൻ സാധിക്കും? പ്രകാശലഭ്യത എന്ന് പറയുമ്പോൾ നമുക്ക് LED ലൈറ്റുകൾ ഉപയോഗിക്കാൻ പറ്റും അല്ലേ? LED ലൈറ്റുകൾ, ഈ ചെടികളൊക്കെ വളരാൻ ആവശ്യമായ വേവ് ലെങ്ത് പുറപ്പെടുവിക്കുന്ന ലൈറ്റ് ഉണ്ട്. അപ്പം അത് ഉപയോഗിച്ച് സസ്യങ്ങൾക്ക് ആവശ്യമായ പ്രകാശലഭ്യത ഉറപ്പുവരുത്താൻ സാധിക്കും. അതുകൊണ്ട് സൂര്യപ്രകാശത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ വർഷം മുഴുവൻ കൃഷി ചെയ്യാൻ സഹായിക്കും. അല്ലെങ്കിൽ എന്താ, ഈ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ സൂര്യപ്രകാശമൊക്കെ കറക്റ്റ് അത്രയും വേണ്ട അളവിൽ കിട്ടത്തില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് എപ്പോഴും വിളകൾ ലഭ്യമാവും. പിന്നെ ജലവിനിയോഗം എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും? വെർട്ടിക്കൽ ഫാമിങ്ങിലൊക്കെ നമ്മുടെ ഹൈഡ്രോപോണിക്സ് അല്ലെങ്കിൽ എയറോപോണിക്സ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിലൂടെ ജലത്തിന്റെ പുനരുപയോഗം സാധ്യമാവും. അപ്പൊ ആ രണ്ട് ടെക്നിക്കുകൾ നമ്മളിപ്പോൾ പറയും കേട്ടോ. ചാപ്റ്റർ ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ വരുന്നുണ്ട് ഇത്. ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് ഒന്നുമില്ല. ഹൈഡ്രോപോണിക്സ് എന്ന് പറയുമ്പോൾ മണ്ണില്ലാതെ എന്താണ് ഈ ന്യൂട്രിയന്റ് മീഡിയം, വെള്ളത്തിലേക്ക് ന്യൂട്രിയൻസ്, ചെടികൾക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ചേർത്ത് ചെടികൾ വളർത്തുന്ന രീതി. അതേസമയം എയറോപോണിക്സ് എന്ന് പറയുമ്പോൾ ഈ വേരിലേക്ക് ന്യൂട്രിയൻസ് ഡയറക്റ്റായിട്ട്, ന്യൂട്രിയന്റും വെള്ളമൊക്കെ ഡയറക്റ്റായിട്ട് സ്പ്രേ ചെയ്തിട്ട്, അതായത് എയറിലാണ് അത് സസ്പെൻഡ് ചെയ്ത് വെച്ചേക്കുന്നത്. വേരുകൾ ഇങ്ങനെ ഇരിക്കുക, വെറുതെ ഇരിക്കുക. വേരുകളിലേക്ക് ആവശ്യമുള്ള, ചെടികൾക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് നമ്മൾ ചെറിയ അളവിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. അതാണ് എയറോപോണിക്സ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാം കേട്ടോ. അപ്പോൾ നിർമ്മാണ ചെലവ്, ഇതിന്റെ നിർമ്മാണ ചെലവ്. അപ്പോൾ ചുരുങ്ങിയ ചെലവിൽ തന്നെ സ്കൂളുകളിലും വീടുകളിലും ഒക്കെ വെർട്ടിക്കൽ ഫാമിംഗ് നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കും അല്ലേ? അപ്പോൾ ലഘുവായ നിർമ്മാണ രീതികളും പ്രാദേശികമായി ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് ചെലവ് കുറയ്ക്കാൻ സാധിക്കും അല്ലേ? മുളയൊക്കെ നമുക്ക് ഉപയോഗിച്ച് തട്ടായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഓക്കെ. അപ്പോൾ ഇത്രയും ഓക്കെ ആയല്ലോ. ശരി. അപ്പോൾ ഇനി നമ്മൾ വളപ്രയോഗത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. വളപ്രയോഗം. അപ്പോൾ കൃഷി ചെയ്യുമ്പോൾ വളപ്രയോഗം നടത്താറുണ്ടല്ലേ? വളപ്രയോഗത്തിന്റെ ആവശ്യകത എന്താണ്? എന്താണ് വളപ്രയോഗത്തിന്റെ ആവശ്യകത? അതെ, നമ്മള് സാധാരണ രീതിക്ക് എങ്ങനെയാണ്, നമ്മള് ഇപ്പം നമ്മുടെ മുറ്റത്തോ മണ്ണില് വെളിയിൽ തന്നെ നമ്മൾ കൃഷി ചെയ്യുവാണെങ്കിൽ ചെടിക്ക് വലിയ കരുതൽ, അതായത് നാടൻ ഇനങ്ങൾ കേട്ടോ, നാടൻ ഇനങ്ങളൊക്കെ വെക്കുന്നെങ്കിൽ വലിയ കരുതലൊന്നും ഇല്ലേ തന്നെ അത് കിളിക്കും. വളമൊന്നും കൊടുക്കണ്ട നമ്മൾ അല്ലെ? അതിന് ആവശ്യമുള്ളത് അത് തന്നെ കണ്ടെത്തും. പക്ഷെ നമ്മൾ ഇതുപോലത്തെ കൃഷി രീതി ചെയ്യുമ്പോൾ, വെർട്ടിക്കൽ ഫാമിങ്ങോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലുള്ള കൃഷിയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ചെടിക്ക് കിട്ടാന്, അതിനാവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടാൻ ഒരു പരിധിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വളപ്രയോഗം നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ എക്സ്റ്റേണലായിട്ട് ന്യൂട്രിയൻസ് കൊടുക്കണം. അപ്പോൾ സസ്യങ്ങൾക്ക് വളരാൻ ആവശ്യമായ എല്ലാ മൂലകങ്ങളുടെയും ലഭ്യത ഉറപ്പുവരുത്താനാണ് എന്ത് ചെയ്യുന്നത്? ഈ വളപ്രയോഗം നടത്തുന്നത്. മണ്ണിൽ സ്വാഭാവികമായിട്ട് എല്ലാ മൂലകങ്ങളും ആവശ്യമായ അളവിൽ ലഭ്യമായിരിക്കത്തില്ല. അതിനാൽ വിളകളുടെ വളർച്ചയ്ക്കും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമാണ് വളപ്രയോഗം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സസ്യങ്ങൾക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും എന്നായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ല, സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമായ മൂലകങ്ങളാണ് ഏത്? ഈ മാക്രോ ന്യൂട്രിയന്റ്. അപ്പോൾ ഉദാഹരണം എന്താണ്? നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്. അപ്പോൾ ഇതെല്ലാം തന്നെ
എന്താണ് നമ്മുടെ മാക്രോ ന്യൂട്രിയൻസ് ആണ്. പിന്നെ മൈക്രോ ന്യൂട്രിയൻസ്. അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് എന്താണ്? സസ്യങ്ങൾക്ക് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ആവശ്യമുള്ള മൂലകങ്ങളാണ്. അപ്പോൾ ഉദാഹരണം എന്തൊക്കെയാണ്? ബോറോണ്, സിങ്ക്, കോപ്പർ, മാംഗനീസ്, പിന്നെന്താണ് ഇരുമ്പ്, ഇതൊക്കെ വളരെ കുറവ് മതി. ഓക്കെ. അപ്പോൾ ഈ വളപ്രയോഗം സസ്യങ്ങളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും മികച്ച വിളവ് ലഭിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ്. മണ്ണിന്റെ ഘടനയും വിളയുടെ ആവശ്യകതയും അനുസരിച്ച് ശരിയായ രീതിയിൽ വളപ്രയോഗം നടത്തിയാൽ ഉൽപാദനം വർദ്ധിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ കുറച്ച് ഇങ്ങനെ പറഞ്ഞേക്കുവാ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ. നടീലിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ ചില വളങ്ങൾ കൃഷിയിടത്തിൽ വിതറുന്നു. മറ്റു ചിലവ ചെടികളുടെ വേരുകൾക്ക് സമീപം നൽകുന്നു. ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ ഇലകളിൽ തളിക്കുകയും മറ്റു ചിലവ വെള്ളത്തിൽ കലർത്തി വിളകളിൽ സ്പ്രേ ചെയ്യാറുമുണ്ട്. വിളയുടെയും മണ്ണിന്റെയും തരം അനുസരിച്ച് വ്യത്യസ്ത രീതികളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. പിന്നെ ബയോബിൻ ഇപ്പം പ്രചാരത്തിലുള്ള ഒരു ഇതാണ് അല്ലെ, ബയോബിൻ. അപ്പൊ അത് ഉപയോഗിച്ച് വളരെ ചുരുങ്ങിയ ചെലവിൽ തന്നെ ഈ നമ്മുടെ ജൈവവളം നിർമ്മിക്കാൻ സാധിക്കും അല്ലെ, ബയോബിന്നുകൾ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമുക്ക് പലതരം വളങ്ങളെ കുറിച്ച് ഇനി പരിചയപ്പെടാം കേട്ടോ. ആദ്യമായിട്ട് തന്നെ നമ്മൾ ജൈവവളങ്ങളാണ്. അപ്പോൾ ജൈവവളം എന്താണ് അതിനകത്ത് ഉൾപ്പെടുന്നത്? ജൈവാവശിഷ്ടമാണ് അല്ലെ. ജൈവാവശിഷ്ടം അതായത് നമ്മുടെ വേസ്റ്റുകൾ അല്ലെ, നമ്മുടെ പച്ചക്കറി വേസ്റ്റോ മീനിന്റെ വേസ്റ്റോ അല്ലെങ്കിൽ എന്തുവാ നമ്മുടെ ഇറച്ചിയോ എല്ലാം അല്ലേ, അതെല്ലാം എല്ലുപൊടി, അതൊക്കെ നമ്മുടെ ജൈവാവശിഷ്ടം തന്നെ. അപ്പൊ മണ്ണിന്റെ ഘടനയ്ക്കോ വിഘാടകർക്കോ ദോഷം ചെയ്യുന്നില്ല. വിഘാടകർ എന്താണ്? നമ്മുടെ മൈക്രോബുകളാണ് അല്ലെ, മണ്ണിലുള്ള മൈക്രോബുകളാ, ചെറിയ സൂക്ഷ്മജീവികൾ. അപ്പൊ അതിനൊന്നും ഒരു ദോഷവും ചെയ്യുന്നില്ല. പിന്നെന്താണ്? വിഘാടകര്, ഈ മൈക്രോ ഓർഗാനിസംസ് അതല്ലെങ്കിൽ ഡീകമ്പോസേഴ്സ് ഈ ജൈവ അവശിഷ്ടത്തിൽ നിന്ന് സ്വതന്ത്രമാകുന്ന പോഷകങ്ങളാണ് സസ്യങ്ങൾക്ക് ലഭിക്കുക. അപ്പൊ ഈ പോഷകങ്ങൾ വളരെ കുറവായിരിക്കും കിട്ടുന്നത് കേട്ടോ. കാരണം വിഘടന പ്രക്രിയ കാലതാമസം എടുക്കുന്ന ഒരു കാര്യമാണ്. മൈക്രോ ഓർഗാനിസംസ് ചെയ്യുമ്പോൾ പതുക്കെ നടക്കത്തുള്ളൂ. എന്നാലും അത് അവിടെ ഒരു ദോഷവും വരുന്നില്ല. ചെടിക്കും ദോഷം വരുന്നില്ല, മണ്ണിലുള്ള ഈ വിഘാടകർക്കും ദോഷം വരുന്നില്ല. അതേസമയം നമ്മുടെ കൃത്രിമ വളം, ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ ആണെങ്കിലോ ഒറ്റയടിക്ക് തന്നെ മണ്ണിലെ പോഷകമൂല്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും. സസ്യങ്ങൾക്ക് എളുപ്പം വലിച്ചെടുക്കാൻ പറ്റും, ആഗിരണം ചെയ്യാൻ കഴിയും. പക്ഷേ ഇതിന്റെ ഉപയോഗം ഈ ഡീകമ്പോസേഴ്സ്, മണ്ണിലെ ഈ സൂക്ഷ്മജീവികൾക്കും മണ്ണിന്റെ ഘടനയ്ക്കും ദോഷം ചെയ്യും. ഓക്കെ. അപ്പോൾ അടുത്ത വളം ഏതാന്ന് വെച്ചാൽ മൈക്രോബിയൽ ഫെർട്ടിലൈസർ ആണ്, അതായത് ജീവാണുവളം. അപ്പൊ അതിന് നമ്മൾ ജീവനുള്ള ഓർഗാനിസംസിനെ തന്നെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന ആ മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ റൈസോബിയം, ആസോസ്പൈറില്ലം, പിന്നെന്താണ് മൈക്കോറൈസ കേട്ടോ, മൈക്കോറൈസ എന്നീ ഓർഗാനിസംസിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ റൈസോബിയം സാധാരണയായി എവിടാ കാണുന്നത്? അറിയായിരിക്കുമല്ലോ. നമ്മുടെ പയറ് ചെടികളുടെ വേരില്ലേ ഈ റൈസോബിയം ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഈ തോട്ടപ്പയർ ഒക്കെ ഈ ഇടവിളയായിട്ട് ചെയ്യത്തില്ലേ, അതെന്തുകൊണ്ടാണ്? നൈട്രജൻ ഫിക്സ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട്. ആ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ കഴിയുന്നത്, അന്തരീക്ഷത്തിലെ നൈട്രജൻ എടുത്ത് നൈട്രേറ്റ് ആക്കി ഈ മണ്ണിലേക്ക് ചേർക്കുന്നത് ആരാണ്? ഈ റൈസോബിയം ആണ്. പിന്നെന്താണ്? ആസോസ്പൈറില്ല. അതെല്ലാം തന്നെ ഇതുപോലെ നൈട്രജൻ ഫിക്സിങ്ങിന് സഹായിക്കുന്ന ബാക്ടീരിയകളാണ് കേട്ടോ. അപ്പോൾ നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയുടെ സ്ഥിരീകരണത്തിന് സഹായിക്കുന്ന സൂക്ഷ്മജീവികളാണ് ഏത് നമ്മൾ ഈ പറഞ്ഞത്. അപ്പോൾ മണ്ണിന്റെ ഘടനയ്ക്കും വിഘാടകർക്കും ഇത് ദോഷം ചെയ്യുന്നില്ല. ഓക്കെ. ഇനി നമ്മൾ ഏതായിരുന്നു പറയാനുള്ളത്? നാനോ വളങ്ങൾ. അത് പേര് പോലെ തന്നെ എന്താണ്, കെമിക്കൽ തന്നെയാണ്, പക്ഷെ വളരെ ചെറിയ അളവില്. അതുകൊണ്ട് നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മഗ്നീഷ്യം സൾഫേറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നാനോ കണികാ രൂപത്തിലുള്ള കൃത്രിമ വളങ്ങൾ വളരെ ചെറിയതായിരിക്കും, വളരെ ചെറിയ അളവിലാണ് കൊടുക്കുന്നത്. സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയും. മറ്റു വളങ്ങളെ അപേക്ഷിച്ച് വളരെ ചുരുങ്ങിയ അളവിൽ മതിയാകും. കൃത്രിമ വളം പോലെ മണ്ണിന്റെ രാസഘടനയെ മാറ്റുന്നില്ല, കാരണം വളരെ ചെറിയ അളവിലേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ നമ്മുടെ വളങ്ങൾ കവറായി കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത്
ഈ ലീഫ് കളർ ചാർട്ടാണ്, ലീഫ് കളർ ചാർട്ട്. അപ്പോൾ അതെന്താണ്? ധാന്യവിളകളിൽ നൈട്രജന്റെ ലഭ്യത എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഈ ലീഫ് കളർ ചാർട്ട്. നമ്മുടെ pH നോക്കാൻ ഉള്ള പേപ്പർ അറിയത്തില്ലേ? നമ്മുടെ ഒരു പല നിറത്തില് പല നിറങ്ങൾ കാണും അതിനകത്ത്. അപ്പോൾ 7 നിറമാണെങ്കിൽ ന്യൂട്രലാണ്. അതിന് മുകളിലോട്ട് ചുവപ്പിന്റെ ഷെയ്ഡുകൾ വരുവാണെങ്കിൽ അസിഡിറ്റി ആണ്. ബ്ലൂവിന്റെ ഷെയ്ഡ് ആണെങ്കിൽ എന്താണ്? ആൽക്കലൈനായിട്ട് വരും. അപ്പൊ അതേപോലെ തന്നെ ഇവിടെയും. പക്ഷെ ഇവിടെ ഇലയുടെ നിറം പച്ചയുടെ ഷെയ്ഡുകൾ മാത്രമേ നോക്കുന്നുള്ളൂ, പച്ച നിറത്തിന്റെ ഷെയ്ഡുകൾ. അപ്പോൾ ചെടികളുടെ ഇലകളുടെ നിറം എത്ര പച്ച കൂടുതലുണ്ടോ, പച്ചയുടെ അളവ് നല്ല കടും പച്ചയാണെങ്കിൽ എന്താ? അതില് ഇഷ്ടം പോലെ ധാരാളമായിട്ട് നൈട്രജൻ ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. അതേസമയം ഈ പച്ചനിറം കുറവാണെങ്കിൽ, ഇളം പച്ചനിറമാണെങ്കിൽ അത് നൈട്രജന്റെ കുറവാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ലീഫ് കളർ ചാർട്ട് കേട്ടോ, ലീഫ് കളർ ചാർട്ട്. അപ്പോൾ ഇതില് നമ്മുടെ കുറച്ച് മൂലകങ്ങളുടെ കാര്യം പറഞ്ഞേക്കോ. സസ്യങ്ങൾക്ക് ലഭിക്കുന്ന സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മൂലകങ്ങളുടെ കാര്യം പറഞ്ഞേക്കോ നമുക്ക്. ഇതൊന്നും വരത്തൊന്നുമില്ല. ഇത് ഒന്ന് ചുമ്മാ നോക്കി വെക്കണം കേട്ടോ, എല്ലാരും വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ നമുക്കൊരു പട്ടിക ഇങ്ങനെ തന്നേക്കുവാണ്. നാടൻ പച്ചക്കറികളും അത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചാർട്ട് തന്നേക്കുക. കരോട്ടിൻ ഇവിടെ ഏതിലാ കൂടുതല്? ചേമ്പില. ഇരുമ്പ് ഏതില? ഇരുമ്പും ചേമ്പിലയില. പിന്നെന്തുവാ? കറിവേപ്പിലയില് കാൽസ്യം കൂടുതല. ഓക്കെ, അപ്പൊ അത് ഞാൻ വിടുവാണേ, അല്ലാതെ നോക്കിയാൽ മതി. ശരി, അപ്പോ പിന്നെന്താണ്? നാടൻ ഇനങ്ങളുടെ ഒരു എന്താണ് ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത്. നാടൻ ഇനങ്ങൾ പ്രാദേശിക പരിസ്ഥിതിയോട് ഇണങ്ങി വളർന്നവയായിരിക്കും. അപ്പോൾ ആ പ്രദേശത്തുള്ള കീടങ്ങൾക്കും രോഗങ്ങൾക്കുമെതിരെ സ്വാഭാവികമായും പ്രതിരോധം ഉണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും. പ്രാദേശിക പരാഗണകാരികളായ പ്രാണികളെ നിലനിർത്തുന്ന വഴി പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്കും ഗുണകരമാണ് നമ്മുടെ നാടൻ ഇനങ്ങൾ. പിന്നെ വളങ്ങളും വളരെ കുറച്ച് മാത്രം മതി, അപ്പോൾ ചെലവും കുറയും. ഓക്കെ, അപ്പോൾ വീട്ടുവളപ്പിൽ ഇത്തരം നാടൻ പച്ചക്കറികൾ വളർത്താൻ കഴിയുമല്ലോ. അപ്പൊ അടുക്കളത്തോട്ടത്തിൽ നിന്നും പോഷകത്തോട്ടത്തിലേക്കുള്ള മാറ്റത്തെ ഇത്തരം നാടൻ ഇനങ്ങൾ കൊണ്ട് സമ്പന്നമാക്കാൻ സാധിക്കും. മികച്ച വിളവിന് മേന്മയുള്ള നടീൽ വസ്തുക്കൾ. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ നടീൽ വസ്തുക്കൾ, നല്ല വിളവ് ലഭിക്കണമെങ്കിൽ നല്ല നടീൽ വസ്തുക്കൾ വേണം അല്ലേ? അപ്പൊ അതെങ്ങനെയൊക്കെയാണ് തയ്യാറാക്കുന്നതെന്നും കിട്ടുന്നതെന്നും നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു സ്പീഷീസ് തന്നെ ആയിരിക്കണം അല്ലെ ഈ ചെടികള്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു റോസാ ചെടിയുടെ എക്സാമ്പിൾ എടുക്കാം. ഒരു വെള്ള റോസയും ചുവപ്പ് റോസയും. അപ്പൊ നമ്മള് ഈ വെള്ള റോസ ഒരു കമ്പ് മുറിച്ച് മാറ്റിയിട്ട് നമ്മുടെ ചുവപ്പ് റോസയിലോട്ട് നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കും അല്ലെ? 2 വ്യത്യസ്ത സസ്യഭാഗങ്ങൾ യോജിപ്പിച്ച് ഒറ്റ സസ്യമായിട്ട് വളർത്താൻ സാധിക്കും. അപ്പൊ അവര് ഒരു സ്പീഷീസ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ വളരും. അപ്പൊ ഒന്നുമില്ല, കമ്പ് ഇങ്ങനെ ചരിച്ചൊരു വെട്ടി അതേ കണക്ക് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചേർത്ത് വെക്കാൻ പറ്റുന്ന രീതിക്ക് നമ്മുടെ രണ്ടാമത്തെ ചെടിയിലും കൂടെ ഒരു വെട്ടിയെടുക്കണം കമ്പ്. എന്നിട്ട് അത് രണ്ടും കൂടെ ചേർത്ത് വെക്കുക. നല്ല പ്ലാസ്റ്റിക് പോളിത്തീൻ ഷീറ്റ് കൊണ്ട് നല്ലപോലെ കെട്ടി, ഈർപ്പം കയറാതെ അങ്ങനെ കെട്ടി വെച്ചിട്ട് അത് ഒരു മാസം ഒന്നും എടുക്കത്തില്ല, അത് കൂടിച്ചേരും അങ്ങനെ ഗ്രാഫ്റ്റിങ്. അപ്പൊ എന്താ, നമുക്ക് ഒരേ ചെടിയിൽ തന്നെ 2 കളറുള്ള പൂക്കളൊക്കെ ലഭിക്കും. വെള്ള റോസയും കിട്ടും, ചുവപ്പ് റോസയും കിട്ടും ഈ ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ. അപ്പൊ അതേ സമയം നമ്മുടെ ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഡ്ഡിങ്ങില് ഒരു സസ്യത്തിന്റെ മുകുളം മറ്റൊരു സസ്യത്തിന്റെ തണ്ടിൽ ഒട്ടിച്ചു ചേർക്കുക. അതാണ് ഇവിടെ സംഭവിക്കുന്നത് ബഡ്ഡിങ്ങില്. അതേസമയം ലെയറിങ് ആണെങ്കിലോ? ലെയറിങ് എന്ന് പറഞ്ഞാല് നമ്മൾ ചെടിയിൽ നിന്ന് മുറിച്ചെടുക്കുന്നില്ല, ആദ്യമേ നമ്മൾ വേര് ഇതിനകത്ത് തന്നെ പിടിപ്പിക്കാൻ നോക്കുക. അതായത് മാതൃസസ്യത്തിൽ നിന്ന് വേർപെടുത്താതെ പുതിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതായത് ഇപ്പം എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുല്ലച്ചെടിയുടെ കമ്പ് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ മണ്ണിട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം വേരുകൾ വരും. സെർപ്പന്റൈൻ ലെയറിങ് എന്ന് പറയും. സെർപ്പന്റൈൻ ലെയറിങ്
ഇങ്ങനെ വളച്ച് 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 വെക്കും കമ്പ്. എന്നിട്ട് അതിന്റെ ഇടയിലെല്ലാം മണ്ണ് ഇട്ട് കൊടുക്കും. അപ്പം ഈ ചെടിയിൽ നിന്ന് വേർപെടാതെ തന്നെ നമുക്ക് ആ മണ്ണിട്ട ഭാഗങ്ങളിലെല്ലാം വേരുകൾ കിളിക്കും. ഓക്കെ. അപ്പം അത് നമ്മൾ പറഞ്ഞ സെർപ്പന്റൈൻ ലെയറിങ്ങിന്റെ കാര്യമാണ്. അപ്പം എയർ ലെയറിങ്ങും ഉണ്ട് കേട്ടോ. എയർ ലെയറിങ്. എയർ ലെയറിങ് എന്താണ്? എയർ ലെയറിങ് നമ്മുടെ പേരയുടെയൊക്കെ കമ്പില് കുറച്ച് എന്താണ് ഈ ചകിരിച്ചോറ് വളങ്ങളും എല്ലാം കെട്ടി നല്ല പ്ലാസ്റ്റിക് കെട്ടി ആദ്യം അവിടെ ഒരു മുറിവുണ്ടാക്കും ഈ കമ്പില്. എന്നിട്ട് അവിടെ ഈ പ്ലാസ്റ്റിക്കില് ഈ വളവും നമ്മുടെ എന്താണ് അപ്പൊ മാതൃസസ്യത്തിൽ നിന്ന് വേർപെടുത്താതെ എടുക്കണം ഇത് ഇങ്ങനെ ചെയ്ത് എടുക്കണമെങ്കിൽ. അപ്പൊ നമ്മുടെ മുല്ലച്ചെടിയിലും ഇത് തന്നെ ചെയ്യുന്നത്. 2 തരം ലെയറിംഗ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് എയർ ലെയറിങ്. കാരണം അത് ഈ പേരച്ചെടിയില് ഒരു കമ്പിൽ ചെയ്യുന്നതാണ് എയർ ലെയറിങ്. മറ്റേന്ന് പറഞ്ഞാൽ ഈ കമ്പ് വളച്ച് വളച്ച് മണ്ണിൽ തന്നെ വെച്ചേക്കുക. ആ വളഞ്ഞിരിക്കുന്നോണ്ടാ സെർപ്പന്റൈൻ എന്ന് പറയുന്നത്. പാമ്പിന്റെ കണക്കേന്ന് സെർപ്പന്റൈൻ ലെയറിങ്. പിന്നെന്തോ നമ്മൾ പറഞ്ഞത് നമ്മുടെ GM വിളകള് അല്ലേ? GM വിളകൾ എന്താണ്? GM വിളകള് അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ആണ് കേട്ടോ. ജനറ്റിക്കലി മോഡിഫൈഡ്. അപ്പൊ ജനിതക എഞ്ചിനീയറിംഗ് വഴി ജനിതക ഘടനയിൽ മാറ്റം വരുത്തി വിളകളിൽ പുതിയ സ്വഭാവ സവിശേഷത ഉൾപ്പെടുത്താൻ നമുക്ക് പറ്റും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ BT വഴുതന അല്ലെ? BT വഴുതന കേട്ടില്ലേ? BT വഴുതന. അപ്പൊ അത് കോട്ടൺ ഉണ്ട്. BT കോട്ടൺ ഉണ്ട്. ഈ BT എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ബാക്ടീരിയൽ ജീന് എടുത്തേക്കുന്ന കേട്ടോ. ബാസിലസ് ട്യൂറിൻജൈൻസിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാക്ടീരിയ. അപ്പൊ അതിന്റെ ഒരു ജീനാണ് നമ്മുടെ ഈ ചെടികളിൽ കമ്പൈൻ ചെയ്ത് വെച്ചേക്കുക ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി. അപ്പോ ഈ ജീനുകൾ എന്ത് ചെയ്യുന്നറിയോ? ഈ നമ്മുടെ ഇൻസെക്റ്റുകൾ ഉണ്ടല്ലോ, ഈ വിളകൾക്ക് നാശം ഉണ്ടാക്കുന്ന പ്രാണികളുണ്ട്. അപ്പോ ഈ പ്രാണികൾക്ക് അസുഖം വരുത്തുന്നതാണ് ഈ ബാക്ടീരിയകൾ. ഏത്? അപ്പോ ആ ബാക്ടീരിയയുടെ അസുഖം ഉണ്ടാക്കുന്ന ജീൻ എടുത്തിട്ട് നമ്മുടെ ചെടികളുമായിട്ട് കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ് ഈ BT വിളകൾ. BT വഴുതനയും BT കോട്ടനും ഒക്കെ. അപ്പോ ഈ ചെടികൾക്ക് ഈ നമ്മുടെ ഈ കൃത്രിമമായിട്ട് നമ്മൾ സൃഷ്ടിച്ച ഈ വിത്തിട്ട് കിളിപ്പിക്കുന്ന ചെടി എന്ത് ഗുണം കാണിക്കും? അതിന് ഈ ഇൻസെക്റ്റുകളെ, ഈ ശല്യം ഉണ്ടാക്കുന്ന ഈ പ്രാണികളെ പ്രതിരോധിക്കാൻ സാധിക്കും. നമ്മൾ വളമല്ല, നമ്മള് കീടനാശിനി ഒന്നും ഉപയോഗിക്കണ്ട. അപ്പൊ അതാണ് അതാണ് ജനറ്റിക്കലി മോഡിഫൈഡ് വിളകൾ. ഓക്കെ. പിന്നെന്താണ് നമ്മൾ പറഞ്ഞേ? നമ്മുടെ ടിഷ്യൂ കൾച്ചറിൽ എന്താ ഉപയോഗിക്കുന്നത്? അതായത് മാതൃസസ്യത്തിന്റെ അതേ ഗുണസവിശേഷതയുള്ള ധാരാളം സസ്യങ്ങളെ ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്ന വിദ്യയാണിത്. അപ്പൊ എന്തുവാണ്? ഈ മാതൃസസ്യത്തിൽ നിന്നൊരു കോശം എടുത്തിട്ട് അതിനെ ഒരു ന്യൂട്രിയന്റ് മീഡിയത്തിലിടും. അപ്പൊ കൺട്രോൾഡ് എൻവയോൺമെന്റ് കേട്ടോ. ലബോറട്ടറിയിലൊക്കെയാണ് ഇത് ചെയ്തെടുക്കുന്നത്, അല്ലാതൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പൊ ഈ ന്യൂട്രിയന്റ് മീഡിയത്തില് ഈ കോശം വെച്ചിട്ട് ഈ കോശം ഇങ്ങനെ ഡിവിഷൻ നടക്കും. അപ്പൊ ഈ ഡിവിഷൻ നടന്ന് ഇത് ഒരു ചെറിയ ചെടിയായിട്ട് തന്നെ മാറി അതിനകത്ത് ഇങ്ങനെ വളരാൻ തുടങ്ങും. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ായിട്ട് ഒരു ചെറിയ ഭാഗമാണ് എടുക്കുന്നത്, ഒരു മുകുളവോ. അതായത് ഒരു സെല്ലായിട്ട് എടുക്കത്തില്ല, വേണേ സെല്ല് തന്നെ വളർത്തിയെടുക്കാം കേട്ടോ. അതുകൊണ്ട് ടിഷ്യൂ ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ എന്ന് തന്നെ പറയുന്നത്. വാഴയുടെ ഒക്കെ ഇതുപോലെ ചെയ്യുന്നതാ. ഒരുപാട് ഉണ്ടാക്കിയെടുക്കും വാഴത്തൈയൊക്കെ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്തോന്നറിയാമോ? ഇത് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടായ ഒരു ചെടിയല്ല ഇത്. കൃത്രിമമായിട്ട് നമ്മൾ ഈ ഒരു മാതൃസസ്യത്തിന്റെ കോശത്തിൽ നിന്ന് എടുത്തിട്ട് അത് തന്നെ വളരുക. അതായത് ആ മാതൃസസ്യത്തിന്റെ കോപ്പിയാ ഇത് മൊത്തം. അപ്പൊ മാതൃസസ്യത്തിന് നല്ല രുചിയുള്ള ഫലങ്ങളാ ഉണ്ടാവുന്നതെന്ന് വെച്ചോ. അതേ ഗുണം തന്നെ ആയിരിക്കും ഈ ടിഷ്യൂ കൾച്ചറിൽ വെച്ച് ഉണ്ടാക്കിയ ഈ ചെടികളിലും ഉണ്ടാകുന്ന ഫലങ്ങൾക്കുള്ളത്. കാരണം അതിന്റെ സെയിം കോപ്പിയായത്. വർഗസങ്കരണം അല്ലെ? വർഗസങ്കരണം എന്ന് പറയുമ്പോൾ ഹൈബ്രിഡൈസേഷന്. ഒരുപാട് വിള തരുന്ന ഒരു ഗോതമ്പ് ചെടിയും എടുക്കാം. പിന്നെന്തുവാ, വളരെ കുറച്ച് വെള്ളം മാത്രം ആവശ്യമുള്ള ഒരു ഗോതമ്പ് ചെടിയും എടുക്കാം. അപ്പം ഈ വളരെ കുറച്ച് വെള്ളം ആവശ്യമുള്ള ഈ ഗോതമ്പ് ചെടിയുടെ ജീനും പിന്നെന്തുവാ നമ്മുടെ ഈ ഒരുപാട് വിള തരുന്നതിന്റെ ജീനും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് പുതിയ ഹൈബ്രിഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ 2 പയർ വർഗ്ഗങ്ങൾ. അപ്പൊ ഒരു പയറിൽ എന്താണ് ഒത്തിരി പയർ ഉണ്ടാവുമെന്ന് വെച്ചോ. അപ്പം
ആ ഈ പയർ ചെടികളിൽ ആൺപൂവും പെൺപൂവും അതിന്റെ 2 പാർട്സും ഒരു പൂവിൽ തന്നെ ഉണ്ടെന്നറിയാലോ. ആ സർ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ കുറച്ച് വളമൊക്കെ ആവശ്യമുള്ള ഒരു പയർ ചെടി എടുക്കാം, ഇതുപോലെ ഒത്തിരി പയർ തരുന്ന ഒരു ചെടിയും എടുക്കാം. എന്നിട്ട് ഇതിലെ ഈ കുറച്ച് വളം മാത്രം ആവശ്യമുള്ള ഈ ചെടിയിലെ ഒരു പെൺപൂവിലേക്ക് നമുക്ക് മറ്റേ ഒത്തിരിയും ഈ പയറ് തരുന്നത് ആ ചെടിയുടെ പൂമ്പൊടി ഇടാം. മെയില് പോളൻ ഗ്രെയിൻസ് ഇടാൻ പറ്റും ഓക്കെ. മാനുവലായിട്ട്. അപ്പൊ എന്തോ സംഭവിക്കും, അവിടെ പുതിയ ഒരു ഹൈബ്രിഡ് ഉണ്ടാവുക, രണ്ടിന്റെയും ഗുണം വരും. അപ്പൊ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജലവിനിയോഗമാണ്. ജലവിനിയോഗം. അപ്പോ 2 കർഷകർ തമ്മിൽ ഉള്ള ഒരു സംഭാഷണം നമുക്ക് തന്നേക്കുക. നിങ്ങൾ പച്ചക്കറി കൃഷിയൊക്കെ മതിയാക്കിയോ? ചിലപ്പോൾ തോരാത്ത മഴ, ചിലപ്പോൾ തുള്ളി വെള്ളം പോലും ഇല്ലാത്ത വരൾച്ച, എന്ത് ചെയ്യും? അപ്പോ ജലവിനിയോഗത്തിന്റെ കാര്യം ഈ പറഞ്ഞു വരുന്നത് അല്ലേ? കറക്റ്റായിട്ട് വെള്ളം മാനേജ് ചെയ്യണം. ആ അപ്പൊ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ജലസംഭരണം ചെയ്യാൻ പറ്റും അല്ലേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ? ഈ മഴവെള്ളം സംഭരിക്കാൻ നമുക്ക് മഴവെള്ളം. അതെ, കുളങ്ങളും നമുക്ക് കിണറും സംഭരണികളും നിർമ്മിക്കാൻ പറ്റും. അപ്പോ വരൾച്ചാ സമയത്ത് നമുക്ക് ജലലഭ്യത ഉറപ്പാവും അല്ലേ? അതെ. അപ്പൊ അതേപോലെ തന്നെ മറ്റൊരു ഇതാണ് മഴവെള്ള കൊയ്ത്ത്. എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ നിന്നും കെട്ടിടങ്ങളിൽ നിന്നും കിട്ടുന്ന ഈ മഴവെള്ളം അത് ശേഖരിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടിയാ മഴവെള്ള കൊയ്ത്ത്. പിന്നെന്താണ് ഈ സൂക്ഷ്മ ജലസേചനം. അതിനകത്ത് ഈ തുള്ളിനന, അതായത് നമ്മളിപ്പോ ഒരു കുപ്പിയുടെ അടപ്പിൽ ഒരു ചെറിയൊരു ദ്വാരം ഇട്ടിട്ട് കമത്തി വെച്ചാലും അത് തുള്ളിനന തന്നെ. കാരണം ഓരോ ഡ്രോപ്പ് ആയിട്ടല്ലേ അതിൽ നിന്ന് വെള്ളം പിന്നെ ഇറങ്ങി വരത്തുള്ളൂ. അതെ. അല്ലെങ്കിൽ പിന്നെ വാൽവുകൾ ഉപയോഗിച്ചാണ് നമ്മുടെ പാടത്തിലൊക്കെ ചെയ്യുന്നത്. ഓരോ ചെറിയ വാൽവുകളുണ്ട്, അതിങ്ങനെ പൈപ്പിൽ പിടിപ്പിച്ചേക്കും. അപ്പം അതിൽ നിന്ന് ഇടവിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ വെള്ളം വീഴും. അതാ തുള്ളിനന ശരിക്കും. അല്ലെങ്കിൽ പിന്നെ സ്പ്രിംഗ്ലർ, നമ്മുടെ ഈ പാർക്കുകളിലൊക്കെ വെച്ചേക്കുന്ന സ്പ്രിംഗ്ലർ, അപ്പൊ അതൊക്കെ ഉപയോഗിച്ചാല് ഒത്തിരിയും വെള്ളം പാഴാവാതെ നമ്മുടെ ഈ വിളകൾക്ക് കിട്ടും. അത് ആവശ്യത്തിന് നനയും, ഒത്തിരി വെള്ളം അല്ലാതെ വേസ്റ്റ് ആയി പോകത്തില്ല. പിന്നെന്തോ നമുക്ക് വേണേ വരൾച്ച അതിജീവിക്കാൻ കഴിവുള്ള വിളകൾ കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ മണ്ണിലെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്ന രീതിയൊക്കെ ചെയ്യാം. മൾച്ചിങ്, പുതയിടലുണ്ടല്ലോ, പുതയിടല്. അതായത് കുറെ ഉണക്ക ഇലകളെല്ലാം കൂടെ എന്താണ് നമ്മുടെ ഈ വിളകളുടെ വെച്ച് കഴിഞ്ഞാല് വെച്ചിട്ട് നനച്ച് വെച്ചാൽ മതി. ഈ കാച്ചിലൊക്കെ നടുമ്പോ അങ്ങനെ ചെയ്യാറുണ്ട്. അതാ ഈ ചപ്പും ചവറും ഒക്കെ കൂട്ടി വെക്കുമല്ലോ. അപ്പൊ എന്നിട്ട് നനച്ചു കഴിയുമ്പോ അവിടെ ഈർപ്പം അങ്ങനെ നിലനിൽക്കും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ അതൊക്കെയാണ് കേട്ടോ നമുക്ക് അങ്ങനെ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ അതൊക്കെയാ. പിന്നെന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? ഹരിതഗൃഹം. ഹരിതഗൃഹം അഥവാ ഗ്രീൻ ഹൗസ്. നമ്മൾ ഈ പ്ലാന്റേഷനിലും അല്ലാതെ ഈ ഗാർഡൻ ഒക്കെ ഉള്ളിടത്തെല്ലാം ഇത് കാണാൻ പറ്റും, ഈ ചെറിയ ഈ തൈയൊക്കെ വിൽക്കുന്നിടത്ത്. അപ്പൊ അതെന്തിനാണ് ഈ സംവിധാനം മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനമാണ് നമ്മുടെ ഈ ഹരിതഗൃഹം. അപ്പൊ ഇത് നിർമ്മിക്കാൻ ആവശ്യമുള്ള എന്തുവാ? പ്ലാസ്റ്റിക്, നൈലോണ്, പോളിയെഥിലീൻ. അപ്പൊ അതിന്റെയൊക്കെ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഹരിതഗൃഹം നിർമ്മിക്കുന്നത്. അപ്പൊ എല്ലാ ഭാഗത്തും മറയുള്ള കീടരോഗബാധ കഴിയും കേട്ടോ. അതായത് ഈ വഴി കൂടെ പോകുന്ന വണ്ടും ഈച്ചയൊന്നും വന്ന് കുത്തത്തില്ല. എന്നാ ഇതിലൊന്ന് കുത്തിയേക്കാന്ന് പറഞ്ഞ് കുത്തത്തില്ല, ഒരു തടയുള്ളതുകൊണ്ട്. എന്തോ ഇല്ല, കവർ ചെയ്തു കവർ ചെയ്ത് ഇരിക്കുവായോണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇറിഗേഷൻ മെത്തേഡ്സ്, നമ്മൾ വെള്ളത്തിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞായിരുന്നു. അപ്പൊ അതിൽ ആദ്യമേ വന്നേക്കുന്നത് എന്താണ്? തുള്ളിനന കേട്ടോ, ഡ്രിപ്പ് ഇറിഗേഷന്. ജലത്തെ തുള്ളികളായി വേരുപടലത്തിലേക്ക് വീഴ്ത്താൻ സഹായിക്കുന്ന പൈപ്പും വാൽവുകളും ഉപയോഗിച്ചുള്ള ജലസേചന രീതിയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെങ്കിൽ തുള്ളിനന. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ജലനഷ്ടം പരമാവധി കുറയ്ക്കാം. എല്ലാ ചെടികൾക്കും ഒരേപോലെ ജലലഭ്യത ഉറപ്പുവരുത്താനും കഴിയും. അതിനുശേഷം എന്താണ്? തിരിനനയാണ് കേട്ടോ. തിരിനന എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഒരു തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്തിൽ ജലസ്രോതസ്സിൽ നിന്ന് ചെടികളുടെ വേരുപടലത്തിന് സമീപത്തേക്ക് ജലം നേരിട്ടെത്തിക്കുന്ന രീതിയാണ്. അതായത് വെള്ളം എങ്ങനെ, നമ്മൾ ഈ തുണിയുടെ തിരിയിടുമ്പോൾ വെള്ളത്തിനൊരു പ്രോപ്പർട്ടി, ക്യാപ്പിലറി ആക്ഷൻ അല്ലേ? ഗ്രാവിറ്റിക്കെതിരെ തന്നെ കയറിപ്പോകും. ഇപ്പൊ നമ്മുടെ മണ്ണെണ്ണ വിളക്കിന്റെ ഒക്കെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ അത് തന്നെ, കെറോസിന്റെ ക്യാപ്പിലറി ആക്ഷൻ അല്ലേ? അപ്പൊ അതേപോലെ
അപ്പൊ വെള്ളം ഈ തിരി കൂടെ നനഞ്ഞ് ഇറങ്ങി എങ്ങോട്ടാണോ ഈ തിരി വെച്ചേക്കുന്നത് അവിടെ പോയി പതുക്കെ ഇങ്ങനെ സ്പ്രെഡ് ആവാൻ തുടങ്ങും. അപ്പൊ അതാണ്. അപ്പൊ തുള്ളി നനയേക്കാളും കുറച്ച് ജലമേ ഇവിടെ വരുന്നുള്ളൂ കേട്ടോ. ആ. പിന്നെ വരുന്ന എന്താണ് നമ്മുടെ പൊതയിടലാണ്, മൾച്ചിങ്. അത് നമ്മളിപ്പോ പറഞ്ഞ കാര്യം എന്താണ്, ബാഷ്പീകരണം നിമിത്തമുള്ള ജലനഷ്ടം കുറയ്ക്കാൻ കരിയില, വൈക്കോൽ എന്നിവ ഉപയോഗിച്ച് കൃഷിയിടത്തിലെ മണ്ണിനെ ആവരണം ചെയ്യുന്ന പരമ്പരാഗത രീതിയാണിത്. അപ്പൊ കളകളുടെ വളർച്ചയും മണ്ണ് ജൈവസമ്പുഷ്ടമാക്കാനും ഇതിലൂടെ കഴിയും. ഓക്കെ. പിന്നെ ഉള്ളത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ കീടനിയന്ത്രണമാണ് കേട്ടോ. കീടനിയന്ത്രണം. അപ്പൊ നമ്മുടെ ഈ വിളകളില് ഒരുപാട് ശല്യം ചെയ്യുന്ന ഈ ജന്തുക്കൾ വരും അല്ലെ, ഇൻസെക്റ്റുകൾ വരും. അപ്പോ ഉം. നമ്മുടെ വെണ്ടക്കയുടെ ഒക്കെ ഇല കണ്ടുണ്ടോ? ഈ ചുരുണ്ടിരിക്കും ചിലത്. അപ്പൊ അത് ഈ ഇലചുരുട്ടിപ്പുഴു എന്ന് പറയുന്ന ഒരു പുഴുവാണ് കേട്ടോ. ഇലചുരുട്ടിപ്പുഴു. ആ. അപ്പൊ ഇത് ഈ ചെടിയെ അങ്ങ് നശിപ്പിക്കുക. എന്താണ്, പയറിനെ നശിപ്പിക്കുന്നതാണ് കായതുരപ്പൻ എന്ന് പറയുന്നത്. കായതുരപ്പൻ. പിന്നെ തണ്ടുതുരപ്പനുണ്ട് അല്ലെ. തണ്ടുതുരപ്പൻ അതും ഒരു പുഴുവാ. അത് വഴുതന ചെടിയിലാണ് കൂടുതലും അപ്പൊ കാണുന്നത്. അപ്പൊ കീടനിയന്ത്രണത്തിന് നമുക്ക് ബയോ പെസ്റ്റിസൈഡും ഉണ്ട്, കെമിക്കൽ പെസ്റ്റിസൈഡും ഉണ്ട് കേട്ടോ. അല്ലെ, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ബയോ പെസ്റ്റിസൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ജൈവ കീടനിയന്ത്രണം നടത്താൻ വേണ്ടി. അപ്പൊ എങ്ങനെയാ, നമ്മുടെ വേപ്പില കഷായം ചെയ്യാം, പുകയില കഷായം കൊണ്ട് ചെയ്യാം. അപ്പൊ അതൊക്കെ ജൈവ കീടനാശിനികളാണ്. പിന്നെന്താണ്, നമ്മുടെ കെമിക്കൽ പെസ്റ്റിസൈഡുകൾ ഉണ്ട് അല്ലേ. മുമ്പേ നമ്മൾ വളത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കെമിക്കൽ പെസ്റ്റിസൈഡ് ഉണ്ട്. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഹാനികരം തന്നെ. അത് നമ്മുടെ ഉള്ളിലോട്ട് പോയാൽ നമുക്കും അത് ഹാനികരം തന്നെ. ഓക്കെ. അപ്പൊ അത് ആ ഒരു പ്രശ്നമൊക്കെ വരാതിരിക്കാനാണ് ഈ സംയോജിത കീടനിയന്ത്രണം എന്ന് പറയുന്നത്, ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ അവിടെ എന്താണ്, കീടനിയന്ത്രണത്തിന്റെ വ്യത്യസ്തമായ മാർഗങ്ങൾ നിലവിലുണ്ടെന്ന് അറിയാമല്ലോ. ശരി. കീടങ്ങളുടെ സാന്ദ്രത, വിളകളുടെ സ്വഭാവം എന്നിവ കണക്കിലെടുത്ത് വേണം കീടനിയന്ത്രണ മാർഗം തിരഞ്ഞെടുക്കാൻ. മുഴുവൻ കീടങ്ങളെയും കൊന്നെടുക്കുക എന്നത് അത് പ്രായോഗികവുമല്ല. ഈ കീടങ്ങളൊക്കെ ഇല്ല മൊത്തത്തിനെയും കൊന്നു കഴിഞ്ഞാല് നമ്മുടെ നിലനിൽപ്പിന് തന്നെ അത് ഭീഷണി അല്ലേ. എല്ലാ ജന്തുക്കൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നമ്മൾ മനുഷ്യർക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ, എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് മാത്രമല്ല, എല്ലാം പരസ്പരം നമ്മുടെ ഫുഡ് ചെയിനിൽ ബന്ധപ്പെട്ടിരിക്കുന്നതാ. ഏതേലും ഒന്ന് പോയാൽ ബാക്കിയെല്ലാം തകിടം മറിയും. തേനീച്ചകൾ ഇല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിയാട്ടെ. അല്ലേ, തേനീച്ച ഇല്ലെങ്കിൽ ഈ ലോകം തന്നെ കാണത്തില്ല അല്ലേ. നമ്മുടെ ഈ ആഹാരം എല്ലാം എങ്ങനെ, പഴങ്ങളും പച്ചക്കറിയും ഒക്കെ എങ്ങനെ ഉണ്ടാകുന്നത് അല്ലേ. അതേസമയം നെല്ല് എങ്ങനെയാണ്, നെല്ലിന്റെ പൂമ്പൊടി കാറ്റിക്കൂടാ അല്ലേ, പൂമ്പൊടി സ്പ്രെഡ് ആവുന്നത്. ഓക്കെ. അതേസമയം PSC യുടെ ഒരു ക്വസ്റ്റ്യൻ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, തുഷാരത്തിൽ കൂടെ ഈ അത് നമ്മുടെ കുരുമുളക. വിളകൾക്ക് നാശനഷ്ടം ഉണ്ടാവാത്ത തരത്തിൽ അവയുടെ പെരുകൾ നിയന്ത്രിക്കുക എന്നതാണ് കർഷകരുടെ ആവശ്യം. മുഴുവൻ കീടങ്ങളെയും കൊന്നെടുക്കുക എന്ന് പറ്റത്തില്ല. അപ്പൊ വിളകൾക്ക് നാശം ഉണ്ടാകാത്ത തരത്തിൽ അവയുടെ പെരുകൾ നിയന്ത്രിക്കുക. അപ്പോൾ പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും ദോഷകരമായ കീടനാശിനി എപ്പോഴും ഇതിനായി ഉപയോഗിക്കേണ്ടതില്ല. പലതരം വലയും കെണികളും കൊണ്ടുള്ള യാന്ത്രിക നിയന്ത്രണ മാർഗങ്ങളുണ്ട് അല്ലെ. മിത്രകീടങ്ങള്, കീടബാധ ചെറുക്കാൻ കഴിവുള്ള വിത്തിനങ്ങളുടെ കൃഷി. അപ്പം അതൊക്കെ ചെയ്യുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞല്ലേ, BT വഴുതനയുടെ ഒക്കെ കാര്യം പറഞ്ഞു. അപ്പൊ അതൊക്കെ കൃഷി ചെയ്താലേ കീടനാശിനിയുടെ ഉപയോഗം തന്നെ കുറയ്ക്കാൻ പറ്റും. അപ്പൊ കീടങ്ങൾ പെരുകുകയും വിളനഷ്ടം ഉണ്ടാവാൻ സാധ്യതയേറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിർദ്ദേശിക്കപ്പെട്ട അളവിലും മുൻകരുതലുകൾ പാലിച്ചും വേണം കീടനാശിനി ഉപയോഗിക്കാൻ. അപ്പം ഈ സംയോജിത കീടനിയന്ത്രണത്തില്, ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റില് നമ്മൾ കീടങ്ങളെ മൊത്തമായിട്ട് കൊന്ന് തള്ളുന്നില്ല. അതിന് പകരം എന്താ, നമുക്ക് ഗുണകരമായ കീടങ്ങളുണ്ട് അല്ലെ. നമ്മുടെ ഉറുമ്പുകള്, ഈ ഉറുമ്പുകള് ഈ പുഴുക്കളുടെ ശത്രുക്കളാ അല്ലെ. അല്ലെങ്കിൽ എന്താ, നമ്മുടെ ഈ ചെറിയ ചെലന്തികളില്ലേ, കുഞ്ഞു ചെലന്തി, നമ്മുടെ ഈ ഗാർഡനിലൊക്കെ കാണുന്നത്. അതായത് അപ്പോ ഈ ചെലന്തികളുണ്ടല്ലോ, ചെറിയ ചെലന്തികളുണ്ട്, കടന്നലുകളുണ്ട്. ഈ കടന്നലുകളും ഒക്കെ ഈ പുഴുവിനെ എടുത്തോണ്ട് പോകുന്നതാ. നമ്മൾ കണ്ടു കാണും, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഈ കടന്നല് ചെറിയ പുഴുവിനെയൊക്കെ എടുത്തോണ്ട് പോകുന്ന കണ്ടിട്ടുണ്ടായിരിക്കാം. അതിന്റെ കൂട്ടിൽ കൊണ്ടുവെക്കും, അതിന്റെ മുട്ടയിട്ട് വിരിഞ്ഞു വരുന്ന ലാർവയ്ക്ക് ഭക്ഷിക്കാൻ വേണ്ടി. അപ്പോ അതാണ് കേട്ടോ നമ്മുടെ സംയോജിത കീടനിയന്ത്രണം. അതായത് ഒരുപാട് കീടനാശിനി ഒന്നും ഉപയോഗിക്കാതെ എന്താണ്, വലയോ കെണിയോ അല്ലെങ്കിൽ എന്താണ്
യാന്ത്രികമായിട്ടുള്ള കീടനിയന്ത്രണ മാർഗങ്ങളാണ്. മിത്രകീടങ്ങൾ ഉപയോഗിച്ച് അങ്ങനെയും നമുക്ക് കീടനിയന്ത്രണം ചെയ്യാൻ സാധിക്കും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? നമ്മുടെ സംയോജിത കൃഷിയാണ് കേട്ടോ. സംയോജിത കൃഷി. അതായത് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. അപ്പൊ അതിലെന്ന് പറഞ്ഞാല് എന്താണ്? ഒന്നിൽ കൂടുതൽ വിളകള്. അതിപ്പം ചെടിയുടെ കൂടെ ഒപ്പം തന്നെ എന്താണ്? നമ്മുടെ മൃഗങ്ങളെയും കൂടെ പരിപാലിക്കുക, അല്ലെങ്കിൽ മത്സ്യങ്ങളെയോ, അങ്ങനെ പല ടൈപ്പ് നമുക്ക് കൃഷി ചെയ്യാം. അപ്പൊ സസ്യപരിപാലനത്തോടൊപ്പം പക്ഷികള്, മത്സ്യങ്ങള്, മൃഗങ്ങള് എന്നിവയെ വളർത്തുന്നതെല്ലാം തന്നെ കൃഷി തന്നെ. അപ്പം വൈവിധ്യമാർന്ന ജീവികളെ ഒരുമിച്ച് പരിപാലിക്കുന്നതാണ് സംയോജിത കൃഷി അല്ലെങ്കിൽ മിക്സഡ് ഫാമിംഗ്. അപ്പോ ഈ മിക്സഡ് ഫാമിങ്ങിന്റെ ഒരു ഗുണം എന്താണ് കൂട്ടുകാരെ? നമുക്ക് ഒന്നിന്റെ വേസ്റ്റ് മറ്റൊന്നിന് ഉപയോഗിക്കാം അല്ലെ? ഇപ്പം കോഴി കൃഷിയാണെന്ന് വെച്ചോ. കോഴി കൃഷി ആകുമ്പോൾ അതിന്റെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വളവാ അല്ലെ? കോഴിയുടെ വേസ്റ്റ്. അപ്പൊ അത് നമുക്ക് ഈ നമ്മുടെ വിളകൾക്ക് ഇട്ട് കൊടുക്കാം. ചെടികൾക്ക് ഇട്ട് കൊടുത്തിട്ട് ചെടികൾ അത് നല്ലപോലെ അബ്സോർബ് ചെയ്ത് നല്ല കായ്ഫലം തരും നമുക്ക്. അപ്പോ ഇതിന്റെ വേസ്റ്റ്, ഈ ചെടികളുടെ വേസ്റ്റ് വേണേൽ കോഴികൾക്ക് തിന്നാനും ഇട്ട് കൊടുക്കാം. അത് മാത്രമല്ല, അതൊരു ഗുണമാ. അപ്പൊ നമുക്കത് ലാഭമാ അല്ലേ? പിന്നെന്താ, ഏതേലും ഒരു കൃഷി നമുക്ക് നഷ്ടം വന്നെന്ന് വെച്ചോ. ഈ ചെടി അങ്ങ് ഉണങ്ങിപ്പോയി. അപ്പോഴും നമുക്ക് നഷ്ടം സംഭവിക്കത്തില്ല. മറ്റേ കോഴികളുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഗുണമുണ്ട് നമ്മുടെ മിക്സഡ് ഫാമിങ്ങില്. ഓക്കെ. അപ്പോള് നമ്മുടെ ഇവിടെ കുറച്ച് സംയോജിത കൃഷിയുടെ എക്സാമ്പിൾ കൊടുത്തേക്കുവാണ്. കോഴി, താറാവ്, തീറ്റ, വളം, പച്ചക്കറി കൃഷി, നെൽകൃഷിയുടെ ഒക്കെ കൂടെ വളർത്താൻ പറ്റും കോഴിയെയും താറാവിനെയും. പിന്നെ കാലി വളർത്തല്, അതും നമ്മുടെ പച്ചക്കറി കൃഷിയും ഈ നെൽകൃഷിയുടെ ഒക്കെ കൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ അല്ലേ, വൈക്കോല് നമുക്ക് കാലിക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കാലിയുടെ ചാണകമൊക്കെ എന്താ നമുക്ക് പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കാം. പച്ചക്കറിയുടെ വേസ്റ്റ് നമുക്ക് കാലികൾക്ക് കൊടുക്കാം. അപ്പൊ അതൊക്കെയാണ് കേട്ടോ നമ്മുടെ സംയോജിത കൃഷി. ഇനി എന്താണ്? സ്മാർട്ട് ഫാമിംഗ് ആണ് കേട്ടോ. സ്മാർട്ട് ഫാമിംഗ് ആണ് പറയാൻ പോകുന്നത്. സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് സ്മാർട്ട് ഫാമിംഗ്? നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്യുന്ന കൃഷിയാണ് കേട്ടോ. അപ്പൊ അവിടെ എന്തൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്? നിർമ്മിത ബുദ്ധി, AI, അതായത് വിളകളുമായി ബന്ധപ്പെട്ട ചിത്രം, വിവരം എന്നിവ പങ്കുവെച്ച് AI-യുടെ സഹായത്താൽ പ്രശ്നപരിഹാര മാർഗം കണ്ടെത്താം. അത് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു അല്ലെ? ലെൻസിലൊക്കെ, ഗൂഗിൾ ലെൻസിൽ തന്നെ ചുമ്മാ സ്കാൻ ചെയ്താൽ തന്നെ വരും. ഇപ്പൊ ആണെങ്കിൽ ChatGPT ഉണ്ട്, DeepSeek ഉണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മുടെ ഈ ഫോട്ടോ പങ്കുവെച്ച് കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്ത് എന്ത് അസുഖമാണെന്നൊക്കെ പറഞ്ഞു തരും. അല്ലെങ്കിൽ ചെടിയുടെ ഇലകളിൽ എന്തെങ്കിലും ന്യൂട്രിയന്റിന്റെ കുറവുണ്ടെങ്കിൽ അതും കണ്ടുപിടിച്ച് ഇന്ന ന്യൂട്രിയന്റ് കൊടുക്കണം എന്ന് പറയും. ഓക്കെ. അപ്പൊ അടുത്ത എന്താണ്? ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ് കേട്ടോ. അപ്പോ അതിൽ എന്താണ് വരുന്നത്? സെൻസറിന്റെ സഹായത്താൽ ജലാംശം, ഫലഭൂയിഷ്ഠത, കീടബാധ എന്നിവ തിരിച്ചറിഞ്ഞ് യന്ത്രസഹായത്താൽ പ്രശ്നപരിഹാര സംവിധാനം ഒരുക്കുന്നു. പിന്നെ വരുന്നത് ഹൈഡ്രോപോണിക്സ്. അതെന്താണ്? പോഷകലായനിയിൽ സസ്യങ്ങളെ വളർത്തുകയും സെൻസറിന്റെ സഹായത്താൽ പോഷകങ്ങളുടെ അളവ് തിരിച്ചറിഞ്ഞ് ആവശ്യാനുസരണം ലഭ്യമാക്കുകയും ചെയ്യുന്നു. അത് നമ്മൾ പറഞ്ഞതാ. പിന്നെ എയറോപോണിക്സ്, വായുവിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളിലേക്ക് ജലവും പോഷകങ്ങളും യഥാസമയം സെൻസറിന്റെ സഹായത്താൽ ലഭ്യമാക്കുന്നു. ഓക്കെ. പിന്നെന്താണ്? വിപണനവും സാധിക്കും അല്ലെ? നമുക്ക് ഫേസ്ബുക്കോ അല്ലെങ്കിൽ OLX-ലോ ഒക്കെ നമുക്ക് നമ്മുടെ സാധനം വിൽക്കാൻ പറ്റും. അപ്പൊ ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ ഈ കാലഘട്ടത്തിൽ കാർഷികോൽപ്പന്ന വിപണനവും സ്മാർട്ട് ആവണം. വിത്തിറക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ ഉപഭോക്താക്കൾക്ക് നേരിൽ കാണാനുള്ള സംവിധാനം ഒരുക്കിയാൽ ഉൽപ്പന്നത്തിന്റെ വിശ്വാസ്യതയും വിപണി മൂല്യവും വർദ്ധിപ്പിക്കാനാവും. കൃഷിയിടങ്ങളിൽ സെൻസർ, ഡ്രോണ്, AI ക്യാമറ എല്ലാം ഉപയോഗിച്ച് നമുക്കിത് സാധ്യമാക്കാം. എന്തിനാ? ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിനകത്ത് പോസ്റ്റ് ഇട്ടാൽ മതി അല്ലെ? ചൂടപ്പം പോലെ വിറ്റ് പോകും നമ്മുടെ ഈ വിളകൾ മൊത്തം. അടുത്തുള്ള ആൾക്കാർ തന്നെ മേടിക്കും. വിഷമില്ലാത്തയാന്നൊക്കെ അറിയുന്നവർ വന്ന് മേടിച്ചോളും. പിന്നെന്താണ്? നമ്മുടെ ഭൗമസൂചിക പദവി. എന്തോ? അപ്പോ നമ്മുടെ ഭൗമസൂചിക പദവിയെ കുറിച്ച് പറഞ്ഞേക്കുവാ കേട്ടോ. ഭൗമസൂചിക പദവി, അതായത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. എന്താണ് ഭൗമസൂചിക പദവി കൂട്ടുകാരെ? പ്രത്യേകതരം ഉൽപ്പന്നമല്ല, പ്രത്യേകതരം കൃഷി സാധനങ്ങൾ. കൃഷി സാധനം മാത്രമല്ല, എല്ലാത്തിനും പറ്റും. അത് ഇപ്പം ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പത്തനംതിട്ടയാണ്. അത് ആ നാട്ടിൽ മാത്രമേ ലഭിക്കൂ. അവിടെ അതെ, അതാണ് ആ ഒരു ലഭിക്കുന്നതെന്ന് മാത്രമല്ല, ആ ഒരു നാടിന്റെ പേരിലായിരിക്കും ഇത് ലോകമെമ്പാടും ഇത് അറിയപ്പെടുന്നത് ആ ഒരു നാടിന്റെ പേരില. അപ്പോ ഏറ്റവും വലിയ ഉദാഹരണം ഞങ്ങളുടെ നാട്ടില് ഇപ്പൊ ആറന്മുള കണ്ണാടിയുണ്ട്. അപ്പോ
ഈ അതെ ആറന്മുള ആ ഈ ആറന്മുള കണ്ണാടി എവിടെ പോയാലും, ലോകത്ത് എവിടെ പോയാലും അത് ആറന്മുള കണ്ണാടി തന്നെ. അപ്പൊ അതേപോലെ നമ്മുടെ കൃഷി ഇനങ്ങൾ, നമ്മുടെ വിത്തിനങ്ങളിലും ഒക്കെ ഇതുപോലെ പലതരം വെറൈറ്റികളുണ്ട്. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് അഥവാ ഭൗമസൂചിക പദവി കിട്ടിയ നമ്മുടെ വിളകളുണ്ട്. ഓക്കെ, അപ്പോ ഉം. അതിന്റെ കുറച്ച് എക്സാമ്പിൾ ആണ് പാലക്കാടൻ മട്ടേരി. അത് നമ്മൾ എല്ലാരും കേട്ടുള്ള അല്ലേ? നമ്മുടെ അരിയുടെ അതെ അതെ അരിച്ചാക്കിന്റെ പുറത്ത് എപ്പോഴും എഴുതി വെച്ചേക്കുന്നതാണ് പാലക്കാടൻ മട്ടേരി. അപ്പൊ ഈ മട്ടേരി പാലക്കാട് മാത്രമല്ലല്ലോ കൃഷി ചെയ്യുന്നത് അല്ലേ? ചിലപ്പോ അല്ല അല്ല വയനാട്ടിൽ കൃഷി ചെയ്യാം, അല്ലെങ്കിൽ തൃശ്ശൂർ കൃഷി ചെയ്യാം. എവിടെ ചെയ്താലും ആ പേര് തന്നെ പാലക്കാടൻ മട്ടേരി. അപ്പൊ അതുപോലെ തന്നെ മലബാർ കുരുമുളക്, അതും നമ്മൾ കേട്ടുള്ളയാ. അപ്പൊ അതെ അത് അവിടുന്ന് അല്ലെ, ആ ഒരു അവിടുന്നാണ് അതപ്പം ഉടലെടുത്തത് ഈ വിളകള്, മലബാർ കുരുമുളക്. പിന്നെന്താണ് കുറ്റ്യാട്ടൂർ മാങ്ങ, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, തിരൂര് വെറ്റില, എല്ലാം തന്നെ ഈ ഇങ്ങനത്തെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കിട്ടിയ വിളകൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പൊ കൃഷിയിലെ വൈവിധ്യത്തിനെ കുറിച്ച് കൂടി ഇവിടെ പറഞ്ഞേക്കുക. പലതരം കൃഷിയുണ്ട് കേട്ടോ, പലതരം കൃഷി. അപ്പൊ ആദ്യം തന്നെ ഇലവാഴ കൃഷി, അതായത് നമ്മള് പഴക്കൊലയ്ക്ക് അതിന് ഉപരി നമ്മളെ ഇലകൾക്ക് വേണ്ടി കൃഷി ചെയ്യുക. ഇതും വലിയൊരു ഇൻഡസ്ട്രി തന്നെ ഇപ്പൊ അല്ലേ? ഈ നമ്മുടെ അതെ വെജിറ്റേറിയൻ ഹോട്ടൽസില് ഹോട്ടൽസ് ഭയങ്കര ആവശ്യമാണ് ഇതിന്, ഈ ഇലയ്ക്ക്. കാരണം അതെ അതിനകത്തല്ലേ ഫുഡ് സെർവ് ചെയ്യുന്നത്. അപ്പൊ അതാണ്. പിന്നെന്താണ് ഉദ്യാന കൃഷി, അതായത് ഗാർഡന്, നമ്മുടെ ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് മൊത്തം. പിന്നെന്താ പക്ഷി വളർത്തൽ, ഔഷധ സസ്യ കൃഷി, പിന്നെന്താണ് നമ്മുടെ പെറ്റ്സ്, ഓമന മൃഗങ്ങൾ, അലങ്കാര മത്സ്യ കൃഷി, പുഷ്പ കൃഷി, പിന്നെ വെറ്റില കൃഷി, അങ്ങനെ പല ടൈപ്പ് കൃഷിയുണ്ട്. അപ്പൊ ഓക്കെ നമ്മുടെ ചാപ്റ്റർ, ആ കൃഷിയുടെ ചാപ്റ്റർ അങ്ങനെ തീർന്നിരിക്കുകയാണ്. പിന്നെ വേണ്ട ഒരു ബോക്സ്, അതായത് ഈ കർഷകർക്കായിട്ടുള്ള മൊബൈൽ ആപ്പുകൾ. അപ്പോ കാലാവസ്ഥാ മുന്നറിയിപ്പുകള്, പിന്നെ കീടരോഗബാധ മുന്നറിയിപ്പുകള്, പിന്നെ കൃഷി സംബന്ധമായ വിദഗ്ധോപദേശം, വിപണി വില നിലവാരം, കർഷകർക്ക് ഉള്ള ആനുകൂല്യങ്ങൾ, അത് പറയുന്ന, അതിനെക്കുറിച്ച് ഉള്ള വിവരം കൊടുക്കുന്ന ആപ്പുകൾ. അപ്പൊ ഈ ആപ്പുകളൊക്കെ ഉപയോഗിച്ച് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തി നമ്മുടെ കാർഷിക മേഖല കൂടുതൽ ലാഭത്തിലേക്ക് പോകുമെന്നാ പറഞ്ഞേക്കുന്നത്, കൂടുതൽ കരുത്താർജിക്കുമെന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുക. നന്ദി.